ഹലോ എവ്രി വൺ, നാച്ചു സാറാണ്. നമ്മൾ നാളത്തെ ഇംഗ്ലീഷ് എക്സാമിൽ കുറച്ച് ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. ഈ വീഡിയോയുടെ ഒരു പോയിന്റിൽ പോലും ഞാൻ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. ഞാൻ നിങ്ങൾക്ക് അങ്ങേയറ്റം റെസ്പെക്ട് തന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രഡിക്ഷനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ഇംഗ്ലീഷിൽ 80 മാർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. കാരണം എന്താ, ഇംഗ്ലീഷിൽ ചില ചോദ്യങ്ങളൊക്കെ വളരെ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിന് പാസേജ് കോംപ്രിഹെൻഷനാണ് വരിക എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പം ഞാനത് വരും എന്ന് നിങ്ങളോട് പ്രിഡിക്റ്റ് ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. നമുക്കറിയാം, ആദ്യത്തെ ചോദ്യം പാസേജ് കോംപ്രിഹെൻഷൻ ആയിരിക്കും, രണ്ടാമത്തെ ചോദ്യം പോയം കോംപ്രിഹെൻഷൻ ആയിരിക്കും, മൂന്നാമത്തെ ചോദ്യം അപ്രിസിയേഷൻ ആയിരിക്കും. അപ്രിസിയേഷനും പോയം കോംപ്രിഹെൻഷനും ഏത് വരും എന്ന് ഞാൻ പറയാം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോറിൻ പാസേജ് വരും. ഇതൊക്കെ എല്ലാ വർഷവും വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു ഡാറ്റ അനാലിസിസ് വരും. ഒരു ടേബിളോ ഒരു ഡയഗ്രാമോ ഒക്കെ തന്നിട്ട് അതിൻ്റെ ബേസ് ചോദ്യങ്ങൾ വരും. ഇനി ഗ്രാമർ ക്വസ്റ്റ്യങ്ങൾ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതും ഞാൻ ഈ വീഡിയോയിൽ പറയാം. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ സംസാരിക്കും. അല്ലാത്ത കാര്യം നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ സ്കിപ്പ് ചെയ്യാം. ഏതൊക്കെ ചോദ്യങ്ങൾ ഉറപ്പാണ്, 100% ഉറപ്പാണ്? നോക്കൂ, ഒരു പാസേജ് കോംപ്രിഹെൻഷൻ എന്തായാലും ഉണ്ടാവും. അത് ഏത് ചാപ്റ്റർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇൻ ദ ആറ്റിക് എന്നോ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്നോ ആണ് സാധ്യത കൂടുതൽ. അത് കഴിഞ്ഞ് ഉറപ്പായിട്ട് വരുന്ന ചോദ്യം ഏതാണ്? ഒരു പോയം കോംപ്രിഹെൻഷൻ ആണ്. ആൻഡ് അതിന്റെ ലോജിക്ക് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ദിസ് ഇസ് നോട്ട് പ്രെഡിക്ഷൻ. പോയം കോംപ്രിഹെൻഷനും അപ്രിസിയേഷനും കേട്ടോളെ, 2025 ഓണം എക്സാമിൽ SSLCയിൽ പോയം കോംപ്രിഹെൻഷനും അപ്രിസിയേഷനും രണ്ടും വരാൻ സാധ്യത ഒരു പാഠത്തു നിന്നാണ്. ആ ചാപ്റ്ററിന്റെ പേര് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്നുള്ളതാണ്. അപ്പോൾ ആ ചാപ്റ്റർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സാർ എങ്ങനെയാണ് ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? സിമ്പിളാണ്. നമുക്കിപ്പോൾ പുതിയ ഇറങ്ങിയ സ്കീം ഓഫ് വർക്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ പോയം ദ സീഡ്ലിംഗ് എന്ന് പറഞ്ഞ പോയം കംപ്ലീറ്റ് എടുക്കാനുള്ള സമയം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഗസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ ആണ് എന്ത് വരാൻ സാധ്യത, അപ്രിസിയേഷനും കോംപ്രിഹെൻഷനും വരാൻ സാധ്യത. അത് ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ. അതുപോലെ തന്നെ ഉറപ്പായിട്ടും എന്ത് വരും, ഈ പറയുന്ന ഗ്രാമർ ചോദ്യങ്ങൾ വരും. ഉറപ്പായിട്ടും എന്ത് വരും, ഡാറ്റ അനാലിസിസ് വരും. ഉറപ്പായിട്ടും എന്ത് വരും, പ്രൊഫൈൽ വരും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. നമുക്ക് 4 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സർ മനസ്സിലായില്ല. നമുക്ക് മൊത്തം 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ സീഡ്ലിംഗ് നമ്മുടെ സ്കീം ഓഫ് വർക്കിൽ പെടാത്തതുകൊണ്ട് സീഡ്ലിംഗ് എന്നുള്ള ചോദ്യം വരാതിരിക്കാനോ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനോ സാധ്യതയുള്ള ചോദ്യമായിട്ടായിരിക്കും വരിക. പിന്നെയുള്ളത് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ ആണ്. ആ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെനിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള 2 ചോദ്യം, ഒന്ന് അപ്രിസിയേഷനും ഒന്ന് കോംപ്രിഹെൻഷനും ആണ്. അതിൽ വേറെ ഒരു ചോദ്യം വരില്ല. അപ്പോൾ ടെക്നിക്കലി നമുക്ക് ഗസ് ചെയ്യാൻ, പ്രെഡിക്റ്റ് ചെയ്യാൻ 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഏതൊക്കെയാണ് 4 ചാപ്റ്റേഴ്സ്? A very old man with enormous wings, In the Attic, Breaking Barriers I Will Fly, Phoenix Rises. ഓക്കെ. അടുത്തത് പോയം കോംപ്രിഹെൻഷൻ ഏത് വരും? ഇതാണ് എൻ്റെ പ്രഡിക്ഷൻ. ഇത്തവണത്തെ പോയം കോംപ്രിഹെൻഷന് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ വരാനാണ് സാധ്യത കൂടുതൽ. നെക്സ്റ്റ് രണ്ടാമത്തത് അപ്രിസിയേഷൻ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. അപ്രിസിയേഷൻ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നരേഷൻ ആണ്. നമുക്കറിയാം, ഇത്തവണത്തെ സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നരേഷൻ ചോദിച്ചത് ഏതാണ്? ഫീനിക്സ് റൈസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ആ സ്റ്റോറി പാർട്ടാണ്, ബബ്ലൂടെ. അപ്പൊ ഇനി നറേഷൻ ചോദിക്കാൻ സാധ്യത 2 ചാപ്റ്റേഴ്സിനാണ്. ഒന്നിക്കെങ്കിൽ അത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, അല്ലെങ്കിൽ ഇൻ ദ ആറ്റിക്. ഇവിടെ നിന്നാണ് സാധ്യത കൂടുതൽ. അത് പ്രഡിക്ഷൻ അല്ല, അത് ലോജിക്കാണ്. നിങ്ങൾക്ക് പറയാൻ എനിക്കറിയാം. അടുത്തത് റൈറ്റപ്പ് ആണ്. റൈറ്റപ്പിന് സാധ്യതയുള്ളത് നോക്കൂ, ഈ പറയുന്ന ഇൻ ദ ആറ്റിക് എന്നായാലും അല്ലെങ്കിൽ ശ്രീകാന്ത് ബൊല്ലയുടെ ബ്രേക്കിംഗ് ബാരിയസ് ഐ വിൽ ഫ്ലൈ എന്നായാലും ദെൻ ഫീനിക്സ് റൈസസ് എന്നായാലും റൈറ്റപ്പിന് സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഫീനിക്സ് റൈസസ് എന്നാണ് റൈറ്റപ്പ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫീനിക്സ് റൈസസ് എന്നാണ് നിങ്ങൾക്കൊരു റിവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ, അത് മിക്കവാറും റൈറ്റപ്പ് ആണെങ്കിൽ മിക്കവാറും അത് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ ആ വേർഡ്, അല്ലെങ്കിൽ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ വേർഡിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഉറപ്പായിട്ടും ചോദ്യം വരാൻ സാധ്യത. കൺസിഡറിങ് മോഡൽ എക്സാമിൽ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവിടുത്തെ നറേഷൻ ഓൾറെഡി ടേക്കൺ എടുത്തു കഴിഞ്ഞു. ഓക്കെ. അതുപോലെ സാധ്യതയുണ്ട് ഇവിടെ ഇൻ ദ ആറ്റിക്കിലും എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സിലും. പ്രെഡിക്റ്റ് ചെയ്യാനൊന്നുമില്ല, അത്രയും ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഓക്കെ. ഇൻ ദ ആറ്റിക്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സർവൈവൽ ടെസ്റ്റിമോണി എന്ന രീതിയിൽ അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണത് വർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇന്നത്തെ വൈകുന്നേരത്തെ ലൈവിൽ പറയാം. എഗെയിൻ ആദ്യത്തെ ചാപ്റ്റർ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. നമ്മളിവിടെ കാണിക്കുന്ന ഒരു മണ്ടത്തരം, നമ്മൾ നറേഷൻ മാത്രം പഠിച്ചു പോകും, ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ ഈ പറയുന്ന മാജിക്കൽ റിയലിസം അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈൽ ഓഫ് നറേഷൻ അല്ലെങ്കിൽ അതിലെ ആളുകളുടെ അപ്പതിയെക്കുറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള റൈറ്റപ്പിന് സാധ്യതയുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചോളാം. ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ 7:15 ലൈവിൽ ഞാനും JD സാറും അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അഗൈൻ റിവ്യൂയുടെ വലിയ പ്രശ്നം എന്താണ് റിവ്യൂ എന്ന് നമുക്ക് അറിയില്ല. ഏത് രീതിയിലാണ് റിവ്യൂ എഴുതേണ്ടത് നമുക്കറിയില്ല. ഒരു
ഇന്ത്യ ആർട്ടിക്കുന്ന റിവ്യൂവിന് നല്ല സാധ്യതയുണ്ട്, ഒരു സർവൈവൽ ടെസ്റ്റിമണി. എഗെയിൻ നമ്മുടെ ഫീനിക്സ് റൈസസിന് എന്ത് സാധ്യതയുണ്ട്, റിവ്യൂ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്ത് വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സിലെ 2 ടൈപ്പ് ചോദ്യം, നറേഷൻ അല്ലാതെ. അത് നിങ്ങൾക്ക് റൈറ്റപ്പ് പോലെ അല്ലെങ്കിൽ റിവ്യൂ പോലെ ചോദിച്ചേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ നമ്മളത് അതിന് എന്ത് ചോദിച്ചാലും, റിവ്യൂ ചോദിച്ചാലും റൈറ്റപ്പ് ചോദിച്ചാലും കൃത്യമായി എഴുതാനുള്ള A+ പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തരും. ന്യൂസ് റിപ്പോർട്ടാണ്, നോക്കൂ. ന്യൂസ് റിപ്പോർട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത് പുറത്തുനിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും ന്യൂസ് റിപ്പോർട്ട് നമുക്ക് ആകെ ചെയ്യേണ്ട കാര്യം എന്താണ്, അതിൻ്റെ ഫോർമാറ്റ് എന്താണ് എന്ന് കൃത്യമായി അറിഞ്ഞിരുന്നാൽ മാത്രം മതി. കാരണം നിങ്ങൾക്ക് ഡാറ്റ ഓൾറെഡി തന്നിട്ടുണ്ടാവും. ഇനി ഡാറ്റ തരാത്തയാണെങ്കിൽ അത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിരിക്കും. അത് വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സിലെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇന്ത്യ ആർട്ടിക്കിലെ സർവൈവലിനെ കുറിച്ച് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ലൈവിൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അല്ലാതെ അവിടെ നമുക്കൊരു ഗസ്റ്റിൻ്റെ ആവശ്യമില്ല. ഡയറി ഉറപ്പായിട്ടും ഞാനത് പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം ഡയറിക്ക് മൾട്ടിപ്പിൾ സാധ്യതകളുണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. ലെറ്ററിൽ എനിക്കൊരു ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. നിങ്ങൾ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇൻഫോർമൽ ലെറ്റർ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എലിസെൻ്റയുടെ ഒരു ലെറ്റർ നമ്മൾ ഇന്നത്തെ ലൈവിൽ പഠിക്കും. കാരണം എലിസെൻ്റ ഈ പറയുന്ന ഓൾഡ് മാൻ പറന്നു പോയതിനു ശേഷം അമ്മയ്ക്ക് അയക്കുന്ന ഒരു ലെറ്റർ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് ലൈവിൽ പഠിക്കും. അതുപോലെ തന്നെ ഇന്ത്യ ആർട്ടിക്കിലെ ലെറ്റർ JD സാർ നിങ്ങൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് പഠിപ്പിക്കും. സോ നമ്മൾ ആ റിസ്ക് എടുക്കേണ്ട, നമുക്ക് വരാൻ സാധ്യത വളരെ കുറച്ച് ലെറ്റേഴ്സേ ഉള്ളൂ, നമ്മളത് ചെയ്യും. ദെൻ ഇതൊരു ഉറപ്പായിട്ടുള്ള ക്വസ്റ്റൻ ആണ്, അതിന് സംശയമൊന്നുമില്ല. അത് എൻ്റെ പ്രഡിക്ഷൻ ഒന്നും അല്ലാതെ, അത് പ്രഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവന്റ് ഇൻവിറ്റേഷൻ നമ്മുടെ പരീക്ഷയ്ക്ക് വരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇവന്റ് ഇൻവിറ്റേഷൻ ഒരു ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡിസ്കോഴ്സ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 52 ഇത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുണ്ട്. ഇനി ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. ദെൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ശ്രീകാന്ത് പൊല്ലെ ഇൻവൈറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഇത്തവണ ഇവന്റ് ഇൻവിറ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ സാധ്യത കൂടുതൽ അരുണാചലം മുരുകാനന്ദത്തിനുള്ള ഇവന്റ് ഇൻവിറ്റേഷൻ ആണ്. അത് എങ്ങനെയാണെന്ന് കൃത്യമായി നമ്മൾ ഇന്ന് ലൈവിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്പീച്ച് സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് 1 ഇന്ത്യ ആർട്ടിക്കിന് സാധ്യതയുണ്ട്, ഫീനിക്സ് റൈസസിന് സാധ്യതയുണ്ട്. ഇവിടേക്കുള്ള ഗുണം എന്താ അറിയോ, നമ്മളിത് ചോദ്യം വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്ന ഫീനിക്സ് റൈസസ് ആയാലും അല്ലെങ്കിൽ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആയാലും നമുക്കതിൻ്റെ ഒരു കോർ കോണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്കിത് സ്പീച്ച് ആയിട്ടോ റൈറ്റപ്പ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കും. ക്യാരക്ടർ സ്കെച്ച് നോക്കൂ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യാരക്ടർ സ്കെച്ച് വന്നത് ആരുടെയാണ്, പെലെയുടെയാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഇത്തവണ ക്യാരക്ടർ സ്കെച്ച് ഞാൻ വേറെ എവിടെ നിന്ന് കണ്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഇത്തവണ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ഒരാൾ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ കുറച്ചധികം കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ സ്പിൽമാൻ്റെ ക്യാരക്ടർ സ്കെച്ചോ ജർമ്മൻ ഓഫീസറുടെ ക്യാരക്ടർ സ്കെച്ചോ, ഇതിൽ 3 ഈ 3ലുമാണ് ഞാൻ സ്റ്റിക്ക് ഔട്ട് ചെയ്തത്. അതും പ്രഡിക്ഷൻ അല്ല, ഈ 3 പ്രോബബിലിറ്റി. ഏതൊക്കെ ക്യാരക്ടർ സ്കെച്ചാണ് വരാൻ സാധ്യത, വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, സ്പിൽമാൻ, ആര്, ജർമ്മൻ ഓഫീസർ, പ്ലസ് ഒരു എലിസെൻ്റ ഉണ്ട്. എലിസെൻ്റയ്ക്ക് സാധ്യതയില്ല എന്ന് പറയും, തള്ളിക്കളയാൻ പാടില്ല. എലിസെൻ്റ നമ്മൾ എന്ത് ചെയ്യും, ലൈവിൽ ഒന്ന് പറഞ്ഞു പോകും, നമ്മൾ പഠിച്ചു പോകും. ഓക്കെ. ദെൻ അഡ്വർടൈസ്മെന്റ് ജിംഗിളാണ്, നല്ല സാധ്യതയുണ്ട് അഡ്വർടൈസ്മെന്റ് ജിംഗിൾ വരാൻ വേണ്ടിയിട്ട്. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്നാണ് വന്നത് മോഡൽ, അതുകൊണ്ട് എങ്ങനെയും വരാം. പക്ഷെ അതിന്റെ പാറ്റേൺ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൊഫൈൽ എങ്ങനെയാണ്, പ്രൊഫൈൽ ആരുടെ പ്രൊഫൈൽ ചോദിച്ചാലും പ്രഡിക്ഷൻ ഇത്രയേ ഉള്ളൂ. പ്രൊഫൈല് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ലാത്ത ഒരാളുടെ പ്രൊഫൈൽ വരാനാണ് സാധ്യത. ഈ റീസെന്റ് മരിച്ച ആളുകളുടെയൊക്കെ പ്രൊഫൈൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ VS അച്യുതാനന്ദൻ, കൺസിഡറിങ് നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുന്ന ഗവൺമെന്റിനൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ലോജിക്കലി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എന്ത്, ഈ പറയുന്ന പ്രൊഫൈൽ എന്ന് പറയുന്നത്. ആൻഡ് നേരത്തെ ഞാൻ ഈ ഇവന്റ് ഇൻവിറ്റേഷന് പിന്നെ അരുണാചലം മുരുകാനന്ദത്തിന് വരാൻ സാധ്യതയുണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ എൻ്റെ കാരണം ലോജിക്ക് വളരെ സിമ്പിളാണ്. ഈ ഓഗസ്റ്റ് 23 മറ്റോ ആണ് വേൾഡ് ഓൺടർപ്രണർഷിപ്പ് ഡേ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തൊക്കെ ചോദ്യം ചോദിച്ചേക്കാം. ദെൻ പ്രൊഫൈൽ കഴിഞ്ഞു. അടുത്തത് ഇതാണ് ഈ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ട്. സർ, ഗ്രാമർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ആവേശത്തിലാക്കാൻ വേണ്ടി പറയാം, യെസ് ഗ്രാമർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, 100% ഈ ക്വസ്റ്റൻസ് ഒക്കെ വരും. ഏത്, റിപ്പോർട്ടർ സ്പീച്ച്, ഫ്രേസൽ വെർബ്, എഡിറ്റിംഗ്, ഇത് നമുക്കറിയാവുന്ന കാര്യം. നിങ്ങൾക്കറിയില്ല ഇത്? ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാം. കാരണം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ടോപ്പിക്കുകളാണ് വരാൻ സാധ്യത. അപ്പോൾ ഈ മുഴുവൻ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഓൾറെഡി സൈലത്തിൻ്റെ യൂട്യൂബ് ചാനൽ, SSLC ചാനലിൽ ഈ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറേ പേര് ഇത് കണ്ടിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ സക്സസ്ഫുൾ ആക്കേണ്ടത് സൈലത്തിൻ്റെ കുട്ടികളുടെ ആവശ്യമാണ്. സോ പീപ്പിൾ, ഞാനും JD സാറും ഇന്ന് വൈകുന്നേരം 7:15 ലൈവിലുണ്ടാവും. നിങ്ങളും അവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.